3 പ്രമുഖ സെൻട്രൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻ, ക്രൂഷ്യൽ എക്കോണമിക് ഡാറ്റ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, മെറ്റ പ്ലാറ്റ്ഫോം തുടങ്ങിയ കമ്പനികളുടെ അപ്കമിംഗ് ക്വാർട്ടർലി റിസൾട്ട് സെഷൻ എന്നിവയുടെ പിൻബലത്തിൽ കഴിഞ്ഞ ദിവസവും അമേരിക്കൻ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നാസ്ഡാക്ക്, S&P തുടങ്ങിയ ഇൻഡെക്സുകൾ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ ഡോ ജോൺസ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. യൂറോപ്യൻ ഇൻഡിസസിലും ഫ്ലാറ്റ്നസ് പ്രകടമായിരുന്നു. ഡാക്സ് 0.5-ഉം CAC 1%-അടുത്തും ഇടിഞ്ഞപ്പോൾ ഫെഡ്സെ 0.08% ഫ്ലാറ്റ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം HDFC ബാങ്ക്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്തതുമൂലം ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. 24,836 ക്ലോസിംഗ് നൽകിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.86% ഇടിഞ്ഞ് 79.62 ബാരൽ പെർ ഡോളർ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 2,474 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5,665 കോടിയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇനി ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്ന്, FMCG സെക്ടറിലെ കോൾഗേറ്റ് പാമോലീവ് ലിമിറ്റഡ്. കോൾഗേറ്റ് പാമോലീവ് ലിമിറ്റഡിൻ്റെ റവന്യൂ 13% വർദ്ധിച്ച് 1,324 നിന്നും 1,497 എത്തി. എബിറ്റ 21.6% വർദ്ധിച്ച് 418 കോടിയിൽ നിന്നും 508 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 31.6% നിന്നും 34%. നെറ്റ് പ്രോഫിറ്റ് 274 കോടിയിൽ നിന്നും 364 കോടിയിലേക്കും ഉയർന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിലുള്ള റവന്യൂവും പ്രോഫിറ്റും കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. 331 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 364 കോടിയുടെ പ്രോഫിറ്റും, 1,429 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1,497 കോടി രൂപയുടെ റവന്യൂവും കമ്പനി നേടി. ACCയുടെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. നെറ്റ് പ്രോഫിറ്റ് 22% ഇടിഞ്ഞപ്പോൾ റവന്യൂ ഫ്ലാറ്റ് നെഗറ്റീവായി ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 466 കോടിയിൽ നിന്നും 361 കോടിയിലേക്ക് ഇടിഞ്ഞു. റവന്യൂ 5,201 കോടിയിൽ നിന്നും 5,185 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ മാർജിൻ 771 കോടിയിൽ നിന്നും 679 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ മാർജിൻ 14.8% നിന്നും 13.2% ഇടിയുകയും ചെയ്തു. HPCLൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ്. നെറ്റ് പ്രോഫിറ്റ് 87% ഇടിഞ്ഞത്. 2,843 കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് 386 കോടിയിലേക്ക് ഇടിഞ്ഞു. റവന്യൂ 1.14 ലക്ഷം കോടിയിൽ നിന്നും 1.13 ലക്ഷം കോടിയായി മാറി. എബിറ്റയിൽ 56% ഇടിവുണ്ടായി. 4,804 കോടിയിൽ നിന്നും 2,108 കോടിയിലേക്ക് എബിറ്റ ഇടിയുകയും എബിറ്റ മാർജിൻ 234 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 4.2% നിന്നും 1.9% എത്തുകയും ചെയ്തു. KEA ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 23.8% വർദ്ധിച്ച് 121 കോടിയിൽ നിന്ന് 150 കോടിയിലേക്കെത്തി. റവന്യൂ 15.7% വർദ്ധിച്ച് 1,781 കോടിയിൽ നിന്നും 2,060 കോടിയിലേക്കെത്തി. എബിറ്റ 20% വർദ്ധിച്ച് 176 കോടിയിൽ നിന്നും 215 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 9.9% നിന്നും 10.4% ഉയരുകയും ചെയ്തു. മഹാരാഷ്ട്ര സീംലെസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 37% ഇടിഞ്ഞ് 207 കോടിയിൽ നിന്ന് 129 കോടിയിലേക്കെത്തി. റവന്യൂ 5.9% ഇടിഞ്ഞ് 1,223 കോടിയിൽ നിന്നും 1,151 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 49% ഇടിഞ്ഞ് 244 കോടിയിൽ നിന്ന് 124 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഡാറ്റ പാറ്റേൺ എന്ന ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 26 കോടിയിൽ നിന്ന് 33 കോടിയായി മാറി. എബിറ്റ മാർജിൻ 31% നിന്നും 35.7% ഉയർന്നു. മാർക്കറ്റ് 32.9%-അടുത്തുള്ള എബിറ്റ മാർജിനായിരുന്നു പ്രതീക്ഷിച്ചത്. എബിറ്റ 28 കോടിയിൽ നിന്ന് 37 കോടിയിലേക്ക് ഉയർന്നു. 35 കോടിയുടെ എബിറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. റവന്യൂ 108 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 104 കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. റെസ്റ്റോറൻറ്റ് ബാൻഡ് ഏഷ്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5.9% ഇടിഞ്ഞപ്പോൾ 5.9% ഉയർന്നപ്പോൾ കമ്പനിയുടെ ലോസ് 54 കോടിയിൽ നിന്നും 52 കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. 82 കോടി രൂപയുടെ ലോസാണ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ചെയ്തത്. അവിടെ നിന്നും ലോസ് വെറും 52 കോടിയായി ചുരുങ്ങി. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മാർജിൻ 7.9% നിന്നും 9.8% ഉയരുകയും എബിറ്റ 48 കോടിയിൽ നിന്നും 63 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഇന്ന് അജന്ത ഫാർമ, അപ്പാർ ഇൻഡസ്ട്രീസ്, അരവിന്ദ് സ്മാർട്ട് വേസ്, കാസ്ട്രോൾ ഇന്ത്യ, ഡിക്സൺ ടെക്നോളജി
Exide Industries, Fine Organic Industries, Force Motor, First Source Solution, Gale, Granules, Green Panel Industries, Indus Tower, Indian Oil Corporation, Jindal Stainless, Navin Fluorine International, PTC Industries, RR Cable, Sapphire Foods, Sham Metallics, Tata Consumer Products Limited, Titagar Rail System, Torrent Power, Wyron Beverage തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരും. അതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റാ സ്റ്റീൽ. ടാറ്റാ സ്റ്റീലിൻ്റെ സബ്സിഡറി കമ്പനിയായ സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഏകദേശം 7324 ഷെയറുകൾ 587 കോടി രൂപയ്ക്ക് ടാറ്റാ സ്റ്റീൽ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. RVNL എന്ന കമ്പനിക്ക് ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും 739 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇത് RVNLനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ITD സിമെൻറ്റേഷൻ എന്ന കമ്പനിക്ക് ഡൽഹിയിൽ റെസിഡൻഷ്യൽ കോളനി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1237 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കമ്പനിയുടെ 6.4% സ്റ്റേക്കുകൾ വിറ്റ് 1255 കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് കാർലൈൽ ഗ്രൂപ്പ് എന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് PNB ഹൗസിംഗ് ഫിനാൻസിൽ 32.8% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ഇതിൽ നിന്നും 6.4% സ്റ്റേക്കുകളാണ് ഓപ്പൺ മാർക്കറ്റ് വഴി ഓഫ്ലോഡ് ചെയ്യുന്നത്. CESC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. CESC എന്ന കമ്പനി അതിൻ്റെ സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറിയായ പൂർവ ഗ്രീൻ പവർ എന്ന കമ്പനിയെ 205 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൂർവ ഗ്രീൻ പവറിൻ്റെ 63.9% സ്റ്റേക്കുകളാണ് CESC അക്വയർ ചെയ്യുക. ഇതുവഴി പൂർവ ഗ്രീൻ പവർ എന്ന കമ്പനി CESCയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറും. അതുപോലെ തന്നെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 6.7 കോടി രൂപ റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.